മമതയുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലാക്കി രാഹുൽ ഗാന്ധി അവരുമായി അകലം പാലിച്ചിരുന്നു. കോൺഗ്രസും ആ രീതിയിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുമായി പരസ്യമായി സഹകരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ കോമൺ മിനിമം പ്രോഗ്രാം എന്ന രീതിയിൽ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് സഹകരിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ കോൺഗ്രസുമായി അകലേണ്ടതല്ല, പകരം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന് മഹുവ മൈത്രയും സയനി ഘോഷും നിരവധിയായിട്ടുള്ള എംപിമാരും പറഞ്ഞു. കല്യാൺ ബാനർജിക്കും അതേ അഭിപ്രായം തന്നെയാണ്. എന്നാൽ മമതയും മമതയുടെ മരുമകനും ഈ രീതിയിലുള്ള ചിന്താഗതി അല്ല. എങ്ങനെയും കോൺഗ്രസിനെ മാറ്റി നിർത്തുക. പക്ഷേ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പരാജയം മമതയെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. മമതയ്ക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. 14 സീറ്റുകളിൽ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു നിർണായക ശക്തിയാവുകയും ആം ആദ്മി പാർട്ടിയെ BJP പരാജയപ്പെടുത്തിയ 14ഓളം മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അതിൽ കൂടുതൽ വോട്ട് പിടിച്ചെടുത്തു എന്നുള്ളത് ചെറിയ കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു. പക്ഷേ സീറ്റുകളൊന്നും തന്നെ ഇത്തവണയും കിട്ടിയില്ല എങ്കിൽ പോലും കോൺഗ്രസ് നിർണായക ശക്തി തന്നെയാണ്. ത്രികോണ പോരാട്ടം നടക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ കരുത്ത് തെളിയിക്കാൻ കോൺഗ്രസിന് പല മേഖലയിലും കഴിയും എന്നുള്ള വ്യക്തമായ സൂചന കൂടി കൊടുക്കുകയായിരുന്നു. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് പർവേസ് സാഹിബാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. കെജ്രിവാളിനെ 4089 വോട്ടുകൾക്ക് ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത് അതിനൊരു മുഖ്യ കാരണമായി. 4500-ലേറെ വോട്ടുകൾ അദ്ദേഹം സ്വന്തമാക്കി. ഇവിടെയാണ് മമതാ ബാനർജിക്ക് ആദി കയറുന്നത്. ചെറിയ മാർജിനിൽ തൃണമൂൽ കോൺഗ്രസ് ജയിച്ച 40ഓളം മണ്ഡലങ്ങളുണ്ട്. തൃണമൂൽ കോൺഗ്രസിന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അത്ര ഈസി ആയിരിക്കില്ല എന്നവർക്കറിയാം. ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയമൊന്നും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് ശക്തി പകരണമെന്നില്ല. അത് തൃണമൂൽ കോൺഗ്രസിന് നന്നായി മനസ്സിലായിരിക്കുന്നു. മിൽക്കിപൂർ എന്ന അയോധ്യയിലെ സീറ്റിൽ BJP സ്ഥാനാർത്ഥി ജയിച്ചത് 70,000-ലധികം വോട്ടുകൾക്കാണ്. അവിടെ സമാജ്വാദി പാർട്ടിയുടെ അഹന്ത കാരണമാണ് കോൺഗ്രസിനെ അടുപ്പിക്കാതെ സമാജ്വാദി പാർട്ടി എല്ലാം ഒറ്റയ്ക്ക് നോക്കിക്കോളാം എന്നൊരു ചിന്താഗതിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് 37 സീറ്റുകൾ ലഭിച്ചത് കോൺഗ്രസിനെ ഒപ്പം കൂട്ടിയത് കൊണ്ടാണ്. എന്നാൽ കോൺഗ്രസിനെ മാറ്റി നിർത്തി 9ഓളം മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ ആദ്യം പോയപ്പോൾ തന്നെ കൈ പൊള്ളിയതാണ്. എന്നിട്ടും അഖിലേഷ് പാഠം പഠിച്ചില്ല. ഇപ്പോൾ മമതയ്ക്കും അത് വ്യക്തമായി മനസ്സിലായിരിക്കുന്നു. രാഹുലിനെ കാണാനാണ് മമത തയ്യാറാകുന്നത്. ചർച്ച ചെയ്തുകൊണ്ട് ബംഗാളിൽ കോമൺ പ്രോഗ്രാം എന്ന രീതിയിൽ കോൺഗ്രസുമായി സഖ്യത്തിലെത്താനാണ് മമതയുടെ രാഷ്ട്രീയ നീക്കം.